2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞൊരാൾ. UDF അധികാരത്തിലേറുമെന്നും ഇല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും തറപ്പിച്ചു പറഞ്ഞൊരാൾ. അതെ, വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന VD സതീശൻ, 13ാമത് കേരള മുഖ്യമന്ത്രി. രാജ്യത്തുടനീളം കോൺഗ്രസ് തകർന്നടിയുമ്പോഴും കേരളത്തിൽ കോൺഗ്രസിനെ UDFനെ പിടിച്ചുയർത്തിയ നേതാവ്. വിസ്മയങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് VD ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ 102 വിസ്മയങ്ങളാണ് ജനങ്ങൾ തിരിച്ചു സമ്മാനിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇങ്ങനെയൊരു ഉജ്ജ്വല തിരിച്ചുവരവ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കസേരയിൽ ആര് എന്ന ചോദ്യത്തിന് 3 പേരും ഒരുപോലെ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നിൽ നിന്നപ്പോഴും VDയിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നത്. VD എന്ന നേതാവിനുള്ള ജനപിന്തുണയാണ് ഹൈക്കമാൻഡിനെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന 11ാം ദിനമായപ്പോഴേക്കും VD എന്ന പേരിലേക്ക് എത്തിയത്. ജയിച്ച ഭൂരിഭാഗം MLA-മാരും KC വേണുഗോപാലിനൊപ്പം നിലകൊണ്ടപ്പോഴും VDയിലേക്ക് എത്തിയത് ഈ ഒരു ജനപിന്തുണ ഒന്നുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഉറപ്പായും ജനരോഷം ഉണ്ടാകുമെന്നും ജനം തങ്ങൾക്കെതിരെ തിരിയുമെന്നും ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ 40 വർഷങ്ങൾ തഴയപ്പെട്ടവന്റെ വേദനയുടെ കഥകളാണ് VDക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് പോലും ഒരു മന്ത്രിപദത്തിലും VDയെ കാണാത്തതും. എന്തിനേറെ KPCC KSU യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വരെ തഴയപ്പെട്ടിട്ടും തന്റെ കഴിവിനെ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. 2021 VD സതീശൻ എന്ന നേതാവിനെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏൽപ്പിക്കുന്നതിലൂടെ വീണ്ടും തിരിച്ചുവരാനാകുമെന്ന ഹൈക്കമാൻഡിന്റെ വിശ്വാസമാണ് VD സതീശൻ കാത്തത്. രാജ്യത്ത് കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായി ജീർണിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഉജ്ജ്വല വിജയം കേരളത്തിൽ ടീം UDF സ്വന്തമാക്കിയത്. പിണറായി വിജയന്റെ ഭരണപരാജയമാണ് UDF ഇത്തരത്തിലൊരു വിജയത്തിലെത്താൻ കാരണമെന്ന് പലരും പറയുമ്പോഴും ആ തിരഞ്ഞെടുപ്പിനായി പണിയെടുത്ത VDയെ ഒരിക്കലും കാണാതിരിക്കാനാകില്ല. സഭയ്ക്കുള്ളിലെ വസ്തുതാപരമായ അവതരണങ്ങളും കൃത്യമായ പഠനങ്ങളുമാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. പ്രളയകാലത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ശ്രദ്ധേയമാണ്. പറവൂരിന്റെ പ്രതിനിധിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിലേക്കും ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്കുമുള്ള VDയുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. 2021 അദ്ദേഹം നിയമസഭയിലേക്ക് പറവൂരിലൂടെ കന്നിപ്രവേശനം നടത്തുന്നത്. പറവൂർ മണ്ഡലം VD സതീശനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. 5 തവണ തുടർച്ചയായി നിയമസഭയിലെത്തിയ ആളാണ് അദ്ദേഹം. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അംഗീകാരം നേടിയെടുത്തു. നിയമബിരുദധാരിയായ രാഷ്ട്രീയക്കാരൻ, വായനയെ പ്രണയിക്കുന്ന നേതാവ്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ തലമുറ മാറ്റത്തിന്റെ പ്രതീകമായി VD സതീശൻ ഇന്ന് കേരള രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രതീക്ഷയാണ്, ഒരു വിശ്വാസമാണ്. വീണ്ടും വീണ്ടും കോൺഗ്രസ് തിരിച്ചു വരും എന്നുള്ളത് VD സതീശൻ കെട്ടുറപ്പോടെ നയിക്കുമെന്നത്.